പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ. നിങ്ങളെ ഞാൻ അറിയത്തില്ല, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിനെന്ന് യേശു കുറച്ചു പേരോട് പറയാനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ അനീതി ഉണ്ടായിരുന്നു. രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം, പിശാചുക്കളെ പുറത്താക്കുന്നവരായിരിക്കാം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരായിരിക്കാം, ദർശനങ്ങൾ കാണുന്നവരായിരിക്കാം, വചനം പ്രസംഗിക്കുന്നവരായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം, ദൈവത്തിന് വേണ്ടി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരായിരിക്കാം. പക്ഷെ കർത്താവ് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അനീതി ഉണ്ട്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന നീതി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉയർന്ന സ്റ്റാൻഡേർഡുള്ള ഒരു നീതിയാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം. രാജ്യം മാത്രമല്ല, ദൈവത്തിന്റെ നീതി. എന്താണ് പ്രിയപ്പെട്ടവരെ നീതി? അർഹിക്കുന്ന വ്യക്തികൾക്ക് അർഹിക്കുന്നത് പോലെ, അർഹിക്കുന്ന കാര്യങ്ങൾ അർഹിക്കുന്ന വിധത്തിൽ, അർഹിക്കുന്നത് പോലെ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് നീതി. ഭർത്താവ് അർഹിക്കുന്നത് ഭർത്താവിന് കൊടുക്കുന്ന ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നീതി. ഭാര്യ അർഹിക്കുന്നത് ഭാര്യയ്ക്ക് കൊടുക്കുന്നതിന്റെ പേരാണ് നീതി. അതുകൊണ്ടാണ് പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ബഹുമാനിക്കുവിൻ. ഭാര്യയെ സ്നേഹിച്ചാൽ മാത്രം പോരാ, ബഹുമാനിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ പല ഭർത്താക്കന്മാരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ അവരുടെ ഭാര്യമാരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ബഹുമാനിക്കുവിൻ. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ബഹുമാനം അർഹിക്കുന്നുണ്ടെന്നാണ് ഈശോ പറയുന്നത്. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. പ്രിയപ്പെട്ടവരെ, അർഹതപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ പേരാണ്. അത് സമയമായിരിക്കാം, പുഞ്ചിരി ആയിരിക്കാം, ആരോഗ്യമായിരിക്കാം, സമ്പത്തായിരിക്കാം, പ്രാർത്ഥനയായിരിക്കാം, കരുതലായിരിക്കാം, ഒരു തലോടലായിരിക്കാം, ഒരു സ്നേഹപ്രകടനമായിരിക്കാം, ഒരു കണ്ണുനീര് തുടയ്ക്കുന്ന അനുഭവമായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നീതി ഇല്ലായിരുന്നു, അതുകൊണ്ട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നാണ് ഈശോ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നല്ല സമരിയാക്കാരന്റെ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ആദ്യം ബലിയർപ്പിക്കാനായിട്ട് പോയത് ഒരു പുരോഹിതനാണ്. ഈ പുരോഹിതനെ കുറിച്ച് നമ്മൾ ചരിത്രവും കൂടി പഠിക്കുമ്പോൾ ഒരു കാര്യം കാണുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അദ്ദേഹത്തിന് പരസ്യമായിട്ട് ഇങ്ങനെയൊരു പുരോഹിത ശുശ്രൂഷ, ബലിയർപ്പണം നടത്താൻ നറുക്കു വീഴുന്നത്. അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ്. അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഈ ഒരു അവസരം അത് ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങി. ഇനി ഒരു അവസരം കിട്ടണമെങ്കിൽ അടുത്ത വർഷം വരെ കാത്തിരിക്കണം. അങ്ങനെ ചിലപ്പോൾ അത് കിട്ടണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ തനിക്ക് വല്ലാതെ കാത്തിരുന്ന് കിട്ടിയ ഒരു നിമിഷം അത് ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി അദ്ദേഹം ധൃതി പിടിച്ച് ദേവാലയത്തിൽ പോകുമ്പോൾ വഴിയിൽ രക്തമൊലിച്ച് കിടന്നിരുന്ന ഒരു മനുഷ്യന് ഒരല്പം പ്രാഥമിക ശുശ്രൂഷ, ഫസ്റ്റ് എയ്ഡ് അത് ചെയ്തു കൊടുക്കാതെ, മുറിവൊന്ന് വെച്ച് കെട്ടാതെ, ബ്ലീഡിംഗ് ആയിട്ട് കിടന്ന, രക്തത്തിൽ കുളിച്ച് കിടന്ന ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ പോയി 2 കരവും കൂടെ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദിയെന്ന് അദ്ദേഹം ആരാധന നടത്തിയത് ദൈവം സ്വീകരിച്ചില്ല. ആ പുരോഹിതനെ നോക്കി ദൈവം ബൈബിളിൽ പറയാണ്, നിന്നെ ഞാൻ അറിയുന്നില്ല, അനീതി പ്രവർത്തിക്കുന്നവനെ നിന്നെ ഞാൻ അറിയുന്നില്ല. രണ്ടാമത് പോയത് ഒരു അൽമായ ശുശ്രൂഷകനാണ്, ലേവ്യനാണ്. അവനും പള്ളിയിലെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോയത്. പക്ഷേ വഴിയിൽ ബ്ലീഡിംഗ് ആയിട്ട് കിടന്ന മനുഷ്യനെ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് ദൈവം അവനോടും പറയാണ്, നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന്.